ഹായ്, ഞാൻ ഡോക്ടർ മിനി റിച്ചർഡ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പൊതുവിൽ അനുഭവപ്പെടുന്ന ഒരു രോഗത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ കൂടുതലും സ്ത്രീകളെന്നൊന്നുമില്ല, ഇന്ന് പുരുഷന്മാർക്കും ഇതൊക്കെ ബാധകം തന്നെയാണ്. എന്തെങ്കിലും ഒരു ജോലി നമുക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ മടി പിടിച്ചതുപോലെ പറയണം, വേണ്ട നാളെ ചെയ്യാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചെയ്യാം. അപ്പം നമ്മൾ തന്നെ വിചാരിക്കും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ജോലി ചെയ്യാനൊരു ഉത്സാഹക്കുറവ്? മടിയാണെന്ന് തോന്നുന്നു. കാരണം ഒരു ജോലി നമ്മളിങ്ങനെ തള്ളി നിൽക്കുക, പിന്നീടാവട്ടെ. അത് ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ മാനസിക പ്രശ്നമല്ല, മടിയുമല്ല. പലപ്പോഴും നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളാണ്. നമ്മുടെ ശരീരത്തിൽ ചില ട്രേസ് മിനറൽസും വൈറ്റമിൻസും ഒക്കെ കുറഞ്ഞു പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നമുക്ക് ഈ മടി, അല്ലെങ്കിൽ നമ്മൾ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന തള്ളി നീക്കൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ കാരണത്തിലൊന്നാണ് വിറ്റമിൻ B12 ഡെഫിഷ്യൻസി. നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ B12 കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കിതുപോലെയുള്ള കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷീണം, ഉത്സാഹക്കുറവ്, അതുപോലെ തന്നെ കൂടുതൽ നേരം ഉറങ്ങുക. ഞാൻ ഒരിക്കലും ഒരു പേഷ്യൻറ്റിനെ കണ്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുൻപാണ്. അദ്ദേഹം എവിടെ ഇരുന്നാലും അപ്പോൾ ഉറങ്ങിപ്പോവും. അതെ, ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, ചിലപ്പോൾ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഇരുന്നാലും ഉറങ്ങിപ്പോവും. ഇതിൻ്റെ കാരണം വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ട് മാത്രമാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതൊരു കാരണമാവാം. അപ്പോൾ ഈ പേഷ്യൻ്റ് ഒരുപാട് നാളത്തെ ഇതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കുറേ ഡോക്ടർമാരെ കണ്ടു, അവസാനം കണ്ടുപിടിച്ചു വിറ്റാമിൻ B12 വളരെയധികം കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോകുന്നതിന് പിന്നീട് അദ്ദേഹം ഇഞ്ചക്ഷൻസൊക്കെ എടുക്കേണ്ടി വന്നു. അങ്ങനെ കുറഞ്ഞു പോകുന്ന ടൈമിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കും, പിന്നെ കുറേ നാളത്തേക്ക് നോർമലായിരിക്കും, വീണ്ടും കുറഞ്ഞു പോകും. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അദ്ദേഹം ഏത് മെഡിക്കൽ ഫീൽഡിലൂടെ ആരെ കണ്ടു കഴിഞ്ഞാലും ആദ്യം പറയുന്നത് ഇതാണ്, വിറ്റാമിൻ B12 കുറഞ്ഞു പോയി, അത് നോർമലാക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, ഇഞ്ചക്ഷൻസ് അല്ലാതെ, ടാബ്ലറ്റ്സ് അല്ലാതെ. അപ്പം ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ക്ഷീണം തന്നെയാണ്. അതുപോലെ തന്നെ ഉത്സാഹക്കുറവ്, ഉറങ്ങിപ്പോവുക. അതിപ്പോൾ കൂടാതെ പലരും ലക്ഷണമായിട്ട് വന്ന് പറയുന്ന ഒന്നാണ് കയ്യിലും കാലിലും സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള ഒരു ഫീലിങ്. കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ സൂചി തറയ്ക്കുന്ന പോലെയുള്ള ഒരു വേദന, ഒരു പ്രിക്കിംഗ് പെയിൻ. അതുകൂടാതെ ചിലർക്ക് ബേണിംഗ് സെൻസേഷൻ, ചൂട് അനുഭവപ്പെടുക, പുകച്ചിൽ. നമ്മൾ പറയുമല്ലോ, കൈയുടെ ഉള്ളംകാലും ഒക്കെ പുകയുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ പുകച്ചിൽ അനുഭവപ്പെടുന്നു. ചിലപ്പോൾ ഇതിൻ്റെ കാരണം വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മളത് തള്ളിക്കളയാതെ വിറ്റാമിൻ B12 ശരീരത്തിൽ കൂട്ടാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ മരുന്നുകളും, വിറ്റാമിൻ B12 അടങ്ങിയ മരുന്നുകൾ ഇന്ന് ഒരുപാട് ലഭ്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും അറിയാതെ കഴിക്കുന്ന പല മരുന്നുകളിലും വിറ്റാമിൻ B12 ഉണ്ട്. ഞാനിപ്പോൾ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ക്ലിനിക്കിൽ വരുന്ന പലരും പലപ്പോഴും വന്ന് പറയണം, ഞാൻ കുറേ നാളുകൊണ്ട് ന്യൂറോബൈൻ ഫോർട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇത് നെർവ് പെയിനിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്, ചിലപ്പോൾ തരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നപ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര നാളെന്നൊന്നുമില്ല, ഡോക്ടർ ചിലപ്പോൾ 1 മാസമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷേ ഇത് കഴിച്ചപ്പോൾ ഒരു സുഖമുണ്ട്, അത് നിർത്തിയപ്പോൾ വീണ്ടും വന്നു. അതുകൊണ്ട് പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ, ഡോക്ടറുടെ ഉപദേശം കൂടാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂറോബൈൻ ഫോർട്ട് അല്ലെങ്കിൽ ബിക്കോസ്യൂൾ, അത് പലപ്പോഴും പറയുന്നത് നാവിൽ തൊല്ലിപ്പോയി, അല്ലെങ്കിൽ മൗത്ത് അൾസർ വന്നു. അപ്പോഴൊക്കെയാണ് മിക്കപ്പോഴും വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ബിക്കോസ്യൂൾസ് പോലെയുള്ള അല്ലെങ്കിൽ വിറ്റാമിൻ B12 ക്യാപ്സ്യൂള് പലപ്പോഴും നമുക്ക് കഴിക്കാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ വരിക. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള അത്രയും കാലയളവിൽ ഇത് കഴിക്കേണ്ടതുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഈ മരുന്ന് കഴിക്കുമ്പോൾ സുഖമുണ്ടെന്ന് പറഞ്ഞ് കഴിക്കുന്നതിന് ഒരുപാട് സൈഡ് ഇഫക്ട്സ് പിന്നീട് വരുന്നതാണ്. അങ്ങനെ വന്നിട്ടുള്ള ഒരു സൈഡ് ഇഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളുമുണ്ട്, 1-2 വർഷമായിട്ട് B12 ഞാൻ എന്നും കഴിക്കുന്നുണ്ട്, വിറ്റമിൻ അല്ലേ, അത് നല്ലതാണ്. അങ്ങനെ പറഞ്ഞ് കഴിക്കുന്ന വ്യക്തി തന്നെ പിന്നീട് എന്നോട് വന്ന് പറഞ്ഞു, ഡോക്ടറെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് ശരീരമാസകലം ചൊറിച്ചിലാണ്. ഇങ്ങനെ ചൊറിച്ചിൽ, സ്കിൻ റാഷസ്, ശരീരത്തിൽ ഇങ്ങനെ പാടുകൾ വരിക, ചൊറിച്ചിൽ വരിക, ഇതൊക്കെയും വിറ്റമിൻ B12 കൂടുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ പോലെ തന്നെയാണ്, കൂടിക്കഴിഞ്ഞാലും ചിലപ്പോൾ സ്കിന്നിൽ വരുന്ന മാനിഫെസ്റ്റേഷൻ കൂടുതലായിട്ടുണ്ടാവും. അതുകൂടാതെ വീണ്ടും ഉറക്കക്കുറവ്, മടി, അതുപോലെ തന്നെ ക്ഷീണം, പിന്നെ ഞാൻ ഈ പറഞ്ഞ കാലിലും കയ്യിലും ഉണ്ടാകുന്ന പുകച്ചിൽ, സൂചി കുത്തുന്നത് പോലെയുള്ള വേദന, ഇതൊക്കെ കൂടിക്കഴിഞ്ഞാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വിറ്റമിൻ ഡെഫിഷ്യൻസി നമുക്കുണ്ടെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കുക എന്നതിനേക്കാൾ നല്ലത്
എപ്പോഴും അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് നോർമൽ ലെവലിന് താഴെയാണെങ്കിൽ, വല്ലാതെ താഴെ പോവുകയാണെങ്കിൽ അതിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇഞ്ചെക്ഷൻസ് ഒക്കെ വേണ്ടി വരും. അതല്ലെങ്കിൽ നമുക്ക് ടാബ്ലറ്റ്സ്, ഞാൻ പറഞ്ഞല്ലോ, ടാബ്ലറ്റ്സ് നമുക്ക് എടുത്താൽ മതി. അത് 1 മാസം 2 മാസം അത് എത്രയാണോ നമുക്ക് വേണ്ടുന്നത് അത് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. ഇത് കൂടാതെ നമുക്ക് ഭക്ഷണ സാധനത്തിൽ കൂടുതൽ നോൺ വെജിലാണ് വിറ്റമിൻ B12 വരുന്നത്. വിറ്റമിൻ B12 കൂടുതലുള്ള മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ, ചീസ്, ബട്ടർ പോലെയുള്ള ഉൽപ്പന്നങ്ങളിലും ഉണ്ട്. പനീർ, ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ലിവർ, അതായത് ഇന്ന് ലിവർ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് വേണം. എന്നിരുന്നാൽ കൂടെയും ലിവറിലും മറ്റ് മീറ്റ് പ്രോഡക്ട്സിൽ, എഗ്ഗ്, ഇതിലൊക്കെയാണ്, മുട്ട, ഇതിലൊക്കെയും വിറ്റമിൻ B12 നല്ലതുപോലെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ 3 ലക്ഷണങ്ങൾ ഓർത്തിരിക്കുക. 1, മടി എന്ന് നമുക്ക് തോന്നുന്ന ഉത്സാഹക്കുറവ്, അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ തള്ളി നീക്കി നാളെ എന്ന് പറഞ്ഞു വെക്കുന്നത്. ക്ഷീണം, സൂചി കുത്തി തറയ്ക്കുന്നത് പോലെയുള്ള വേദന കയ്യിലോ കാലിലോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും അനുഭവപ്പെടുക, അത് കുറച്ച് നേരത്തേക്ക്. അതുപോലെ തരിപ്പ് വരാം, പുകച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിറ്റമിൻ B12 ശരീരത്തിൽ കുറഞ്ഞു പോയത് കൊണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. ആയുർവേദത്തിൽ B12 അടങ്ങിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് പലരും അന്വേഷിക്കാറുണ്ട്. നമ്മുടെ മരുന്നുകളിൽ അശ്വഗന്ധ ചേരുന്ന മരുന്ന്, ശതാവരി ചേരുന്ന മരുന്ന്, ഇതിലെല്ലാം B12 വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊന്ന്, നമ്മളിപ്പോൾ B12 അബ്സോർപ്ഷൻ നല്ലതുപോലെ നടക്കാനായിട്ട് ത്രിഫല ചൂർണം ഡെയിലി 1 ടീസ്പൂൺ കഴിച്ചു കഴിഞ്ഞാലും, നമുക്കറിയാം ത്രിഫല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുക്ക, നെല്ലിക്ക, താന്നിക്ക നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി കഴിച്ചാൽ അത് നമുക്ക് ശരീരത്തിൽ ത്രിദോഷങ്ങളെ സമമായി നിർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഒരുപാട് കണ്ണിന് നല്ലതാണ്, ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ട്രേസ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് നമുക്ക് ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ, ആഗിരണം ചെയ്യാനായിട്ട് കൂടെ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. താങ്ക് യു.